Hi all, welcome to iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 2 പാർട്ട് 2 ഇംഗ്ലീഷിന്റെ 2025 ജനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പാർട്ട് 2 എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതലും പെഡഗോജി ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഗ്രാമർ ആൻഡ് വൊക്കാബുലറി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഫസ്റ്റ് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യനും അതിനുശേഷം വൊക്കാബുലറി അല്ല, പെഡഗോജിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് അതിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇഫക്റ്റീവ് വേ ടു ഇനിഷ്യേറ്റ് എ ലെസൺ? ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ ലെസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇഫക്റ്റീവ് വേ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഗിവിംഗ് എ പ്രൊലോങ്ഡ് ലെക്ചർ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഹോംവർക്ക് ഫോർ ദി നെക്സ്റ്റ് ക്ലാസ്, ഷോയിങ് എ റെലവൻറ്റ് വീഡിയോ ക്ലിപ്പ് ഓൺ ദി സബ്ജക്ട്, കണ്ടക്ടിങ് എ സർപ്രൈസ് ക്വിസ്. അപ്പോൾ ഈ പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ, ഇപ്പോൾ സൈക്കോളജി ആണെങ്കിലും പെഡഗോജി ആണെങ്കിലും നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട്, അതായത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുട്ടിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും എന്ന് വേണം ചിന്തിക്കാൻ. ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു ടീച്ചർ ആകരുത്. ഇനി അതൊരു ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുട്ടികളോട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്താണ്, ഒരു ടീച്ചറായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇഫക്റ്റീവ് വേ ടു ഇനിഷ്യേറ്റ് ലെസൺ. ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇഫക്റ്റീവ് വേ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഗിവിംഗ് എ പ്രൊലോങ്ഡ് ലെക്ചർ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ലെക്ചർ കൊടുക്കുക, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു ലെക്ചർ കൊടുക്കുക. സെക്കൻഡ് വൺ എന്താണ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഹോംവർക്ക് ഫോർ ദി നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് ഹോംവർക്ക് കൊടുക്കുക. ആ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഹോംവർക്കുകൾ കൊടുക്കുക. ഷോയിങ് എ റെലവൻറ്റ് വീഡിയോ ക്ലിപ്പ് ഓൺ ദി സബ്ജക്ട്, ഇപ്പോൾ ഏതാണോ ഒരു ടോപ്പിക്, ഇപ്പോൾ നേച്ചറിനെ കുറിച്ചൊരു പോയമാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് കുട്ടികളെ കാണിക്കുക. കണ്ടക്ടിങ് എ സർപ്രൈസ് ക്യൂസ്, ഒരു സർപ്രൈസ് ക്യൂസ് കണ്ടക്ട് ചെയ്യുക. എന്തായിരിക്കും ആൻസർ? ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? ഷോയിങ് എ റെലവൻറ്റ് വീഡിയോ ക്ലിപ്പ് ഓൺ ദി സബ്ജക്ട്. കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഏതായിരിക്കും? അതായിരിക്കും അല്ലേ. ആ ഏതാണോ ടോപ്പിക്ക്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആവും ക്ലാസ്സിലേക്ക് അല്ലേ. അതെന്താണ് എന്നറിയാനുള്ള ഒരു താല്പര്യം വരും. അതിനുശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടീച്ചേഴ്സ് ക്യാൻ ഇഫക്റ്റീവ്ലി ഇൻ്റഗ്രേറ്റഡ് ടെക്നോളജി ഇൻടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ബൈ ഡാഷ്. അപ്പോൾ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ടെക്നോളജി നമ്മുടെ ലാംഗ്വേജ് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? നോക്കിയേ, യൂസിങ് ടെക്നോളജി ടു റീപ്ലേസ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. എന്ത് ചെയ്യണം? ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടെക്നോളജി നമ്മൾ അവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അടുത്തത്, ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു എൻഹാൻസ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ലേണിംഗ് കുറച്ചുകൂടി ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിമീഡിയ റിസോഴ്സസ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് പല രീതിയിൽ പ്രൊജക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രൊജക്ടർ വെച്ചിട്ട് തന്നെ പല വീഡിയോസും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു, ഒരു പുതിയൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ആ ഒരു ലെസൺ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കും. അപ്പോൾ അതേപോലെ തന്നെ പ്രൊജക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണിച്ച് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അതായത് മൾട്ടിമീഡിയ റിസോഴ്സസ് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ നമുക്ക് ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നീട് അവോയ്ഡിങ് ടെക്നോളജി ടു പ്രിവെന്റ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പം ക്ലാസ്സിൽ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറേ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരും അല്ലേ. കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നോട്ടേക്കാവും എന്നൊക്കെയുള്ള പല രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കും, അങ്ങനെ പല ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. റിലൈയിങ് സോൾലി ഓൺ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് അതർ റീഡിംഗ് മെറ്റീരിയൽസ്. എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും അതേപോലെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ റീഡിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ടെക്നോളജിയുടെ ആവശ്യം വരുന്നില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ടെക്നോളജി ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ടീച്ചറിന് ക്ലാസ്സിൽ ടെക്നോളജി യൂസ് ചെയ്യാൻ ടീച്ചറിന് പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു എൻഹാൻസ് ലേണിംഗ് അല്ലേ. ലേണിംഗ് എൻഹാൻസ് ചെയ്യാനായിട്ട് മൾട്ടിമീഡിയ റിസോഴ്സസ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. പല രീതിയിലുള്ള മൾട്ടിമീഡിയ റിസോഴ്സസ് ക്ലാസ്സിൽ യൂസ് ചെയ്യുക. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുകയും ചെയ്യും. കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ്, കുട്ടികളെ ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഓപ്ഷൻ ബി, ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു enhance learning. Okay, question number 3.
യൂസ് ഓഫ് ഒത്തന്റിക് മെറ്റീരിയൽസ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് ഈസ് ഹെൽപ്ഫുൾ ബിക്കോസ് ഒത്തന്റിക് മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒത്തന്റിക് മെറ്റീരിയൽസ് അല്ലെ ഒത്തന്റിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ പീപ്പിളിന് വായിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒത്തന്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒത്തന്റിക് ടെക്സ്റ്റ് എന്ന്. ഇപ്പം ന്യൂസ് പേപ്പർ അതിനൊരു എക്സാമ്പിൾ ആണ്. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വായിക്കുന്ന ഒരു റീഡിംഗ് മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അതെന്താണ് ഒരു ഒത്തന്റിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒത്തന്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നോക്കിക്കേ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒത്തന്റിക് മെറ്റീരിയൽസ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് ഈസ് ഹെൽപ്ഫുൾ ബിക്കോസ്. അപ്പൊ ലാംഗ്വേജ് ടീച്ചിങ്ങിൽ എന്താണ് ഒത്തന്റിക് മെറ്റീരിയൽ ഏത് രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നു? നോക്കിക്കേ. ദേ ആർ ഈസിയർ ടു ഗ്രേഡ് ആൻഡ് യൂസ്. കുട്ടികളെ ഗ്രേഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗ്രേഡിങ്ങിനും ഒക്കെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ഒതന്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദേ ഫോക്കസ് ഓൺ ദി തിയററ്റിക്കൽ നോളജ്. ഒതന്റിക് മെറ്റീരിയൽ എപ്പോഴും എന്താണ്? തിയററ്റിക്കൽ നോളജ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണോ പറയുന്നത് ആ ഒരു തിയററ്റിക്കൽ നോളജിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ദേ സിംപ്ലിഫൈ ദി ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ ആർക്ക് പറ്റും? ഒതന്റിക് മെറ്റീരിയൽസിന് സാധിക്കും. ദേ എക്സ്പോസ് സ്റ്റുഡൻസ് ടു റിയൽ ലൈഫ് ലാംഗ്വേജ് യൂസ്. അവരെന്ത് ചെയ്യും? കുട്ടികളെ റിയൽ ലൈഫ് ലാംഗ്വേജ് യൂസിന് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ? ദേ എക്സ്പോസ് സ്റ്റുഡൻസ് ടു റിയൽ ലൈഫ് ലാംഗ്വേജസ്. അപ്പം നമുക്ക് പത്രം വായിക്കുക അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, നോർമലായിട്ട് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതൊക്കെ വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു ലാംഗ്വേജ് യൂസ് ആണ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒതന്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒതന്റിക് ടെക്സ്റ്റ് എന്തിനാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ദേ എക്സ്പോസ് സ്റ്റുഡൻസ് ടു റിയൽ ലൈഫ് ലാംഗ്വേജ് യൂസ്. അപ്പോൾ റിയൽ ലൈഫിലുള്ള ലാംഗ്വേജിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഒതന്റിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒതന്റിക് മെറ്റീരിയൽസ് വഴി നമുക്ക് സാധിക്കുന്നത്. Okay, next question. Which of the following is an example of active and experiential learning? ഇപ്പോൾ ആക്റ്റീവ് ലേണിങ്ങും അതേപോലെ എക്സ്പീരിയൻഷ്യലും ആയിരിക്കണം. കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കണം, അതേപോലെ എക്സ്പീരിയൻഷ്യലും ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെക്ചറിങ് ഫോർ ദ എൻറ്റയർ ക്ലാസ് പീരീഡ്. ആ ഒരു പീരീഡ് കംപ്ലീറ്റ്, അതായത് 45 മിനിറ്റ്സ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ലെക്ചറിങ് മാത്രം. ടീച്ചർ ലെക്ചർ ചെയ്യുന്നു. സ്റ്റുഡൻസ് വർക്കിംഗ് ഓൺ എ ഗ്രൂപ്പ് പ്രോജക്റ്റ്. കുട്ടികൾ എന്താണ്? ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ഗിവിംഗ് സ്റ്റുഡൻസ് എ ക്വിസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലെസൺ. എന്താണ്? കുട്ടികൾക്ക് ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ ഒരു സർപ്രൈസ് ആയിട്ടൊരു ക്വിസ് കണ്ടക്ട് ചെയ്യുക. ഗിവിംഗ് നോട്ട്സ് ഫോർ ദ സ്റ്റുഡൻസ് ടു റീഡ്. എന്താണ്? ക്ലാസ്സിൽ എന്ത് കൊടുക്കുക? കുട്ടികൾക്ക് നോട്ട്സ് വായിക്കാനായിട്ട് കൊടുക്കുക. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? കുട്ടികൾ ലേണിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം? ആക്റ്റീവും ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ്? എക്സ്പീരിയൻഷ്യലും ആയിരിക്കണം അല്ലേ? ആക്റ്റീവ് ആയിരിക്കണം, എക്സ്പീരിയൻഷ്യലും ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ലെക്ചറിങ് കൊണ്ട് അത് സാധിക്കില്ല. പറ്റുമോ? അതുപോലെ ക്വിസ് കണ്ടക്ട് ചെയ്യാനും പറ്റില്ല, നോട്ട്സ് കൊടുത്താലും പറ്റില്ല. ഏത് രീതിയിൽ പറ്റും? ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റിൽ എന്ത് ചെയ്യുക? കുട്ടികളെല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലേ? ഗ്രൂപ്പ് പ്രോജക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എല്ലാവരും അവിടെ ആക്റ്റീവ് ആവുകയും ചെയ്യും, അവർ എക്സ്പീരിയൻഷ്യൽ ആകും അല്ലേ? എല്ലാവരും അവിടെ ഇൻവോൾവ് ആകും, അവർക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സ്റ്റുഡൻസ് വർക്കിംഗ് ഓൺ എ ഗ്രൂപ്പ് പ്രോജക്റ്റ്. Okay, next question. Which of the following techniques can help engage students during a lesson? Which of the following techniques can help engage students during a lesson? സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക? എൻഗേജ് ചെയ്യുക. ഒരു ലെസണിന്റെ ടൈമിൽ കുട്ടികളെ എൻഗേജ് ചെയ്യാനായിട്ട് നമുക്കിതിൽ ഏത് യൂസ് ചെയ്യാം? പ്രൊലോങ്ഡ് ലെക്ചറിങ്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഒരു കണ്ടിന്യൂസ് ലെക്ചർ, ഒരു കംപ്ലീറ്റ് എന്താണ്? ഒരു നമുക്കിപ്പോൾ ഒരു 1 hour അല്ലെ 45 മിനിറ്റ്സ് ആണ് ഒരു പീരീഡ് ഉള്ളെങ്കിൽ ഒരു പ്രൊലോങ്ഡ് ലെക്ചർ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ലെക്ചർ. ഇൻട്രാക്റ്റീവ് ഡിസ്കഷൻസ്. എന്താണ്? ഡിസ്കഷൻസ് നടത്തുക. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കും. അസൈനിങ് പേജസ് ഫോർ റീഡിങ്. എന്താണ്? കുറേ പേജസ്, ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇത്ര മുതൽ ഇത്ര വരെയുള്ള പേജസ്, കുറേ പേജസ് കൊടുത്തിട്ട് അത് വായിക്കാനായിട്ട് പറയുക. സോൾ റിലയൻസ് ഓൺ നോട്ട് ടേക്കിംഗ്. എന്താണ്? നോട്ട് ടേക്കിങ്ങിന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല സോഴ്സസിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായ നോട്ട്സ് നമ്മൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്യുക. അതിനെയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു സോഴ്സ് അല്ല, പല സോഴ്സ് ആകാം. അതിപ്പോൾ നമുക്ക് എന്താണ്? എന്തെങ്കിലും ഓഡിയോ ക്ലിപ്പുകളിൽ നിന്നാകാം, പല ബുക്കുകൾ റെഫർ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പല എവിടെ നിന്നൊക്കെ ആയാലും എവിടെ നിന്നായാലും പല സോഴ്സിൽ നിന്ന് നമ്മൾ നോട്ടുകൾ എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അത് റൈറ്റ് ഡൗൺ ചെയ്യുന്നതിനെയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ടേക്കിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തായിരിക്കും? സ്റ്റുഡൻസിനെ കംപ്ലീറ്റ് നമ്മൾ എൻഗേജ് ചെയ്യണമെന്നാണ്. ഇപ്പം ലേണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ലെസൻ്റെ ടൈമിൽ കുട്ടികൾക്ക് എൻഗേജ്ഡ് ആകണം എന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻട്രാക്റ്റീവ് ഡിസ്കഷൻസ് അല്ലേ?
ഇന്ററാക്റ്റീവ് ആവാതെ ടീച്ചർ എന്ത് ചെയ്യുക, ലെസണിന്റെ ടൈമിൽ കുറെ ഏത് ഭാഗമാണോ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അല്ലാതെ കുട്ടി അപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആവും. അപ്പോൾ അവരതിന് ആൻസർ പറയാനുള്ള ഒരു ശ്രമം നടത്തും, അല്ലെ ടെക്സ്റ്റ് ഒന്ന് വായിക്കും, അല്ലേ. അപ്പം അങ്ങനെ ഇന്ററാക്റ്റീവ് ഡിസ്കഷൻസിലൂടെ മാത്രമാണ് ഒരു കുട്ടികളെ ഒരു ക്ലാസ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ലെസണിന്റെ ടൈമിൽ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത്. Next question. Which of the following is an effective strategy for teaching vocabulary? നോക്കിയേ, വൊക്കാബുലറി പഠിപ്പിക്കാനായിട്ട് ടീച്ചിങ് വൊക്കാബുലറി അല്ലേ, അതിനൊരു ഇഫക്റ്റീവ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഗിവിംഗ് ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ ഓഫ് ദി വേർഡ്സ്. അതായത് വേർഡിന്റെ ഡീറ്റെയിൽ ഡെഫിനേഷൻ ഒന്നല്ല, അതിനെ വളരെ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് പഠിക്കുന്ന ഒരു വേർഡാണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. യൂസിങ് വേർഡ്സ് ഇൻ സിറ്റുവേഷൻ ഓർ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്. എന്ത് ചെയ്യുക, ഒന്നുകിൽ ഒരു സിറ്റുവേഷനിൽ ആ വേർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുക, ആ വേർഡിനെ യൂസ് ചെയ്യുക. ആസ്കിങ് സ്റ്റുഡൻസ് ടു മെമ്മറൈസ് വേർഡ് ലിസ്റ്റ്. എന്ത് ചെയ്യുക, വേർഡ് ലിസ്റ്റ് മെമ്മറൈസ് എപ്പോഴും ഓർത്തിരിക്കാനായിട്ട്, ആ എത്ര നമ്മൾ വൊക്കാബുലറിൽ എത്ര വേർഡ്സ് ആണോ പഠിച്ചത് ആ വേർഡ്സ് എല്ലാം എന്ത് ചെയ്യുക, മെമ്മറൈസ് ചെയ്യാനായിട്ട് കുട്ടികളെ പറയുക. ഗിവിംഗ് എ വീക്കിലി വൊക്കാബുലറി ടെസ്റ്റ്. എല്ലാ വീക്കിലും എന്താണ്, വൊക്കാബുലറി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. ഏത് മെത്തേഡിലൂടെയാണ് വൊക്കാബുലറി നമുക്ക് ഇഫക്റ്റീവായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക, അല്ലെ വൊക്കാബുലറി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? ഏതായിരിക്കും? ഗിവിംഗ് എ ഡീറ്റെയിൽ ഡെഫിനേഷൻ ഓഫ് വേർഡ്സ് ആണോ, യൂസിങ് വേർഡ്സ് ഇൻ സിറ്റുവേഷൻ ഓർ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്, ആസ്കിങ് സ്റ്റുഡൻസ് ടു മെമ്മറൈസ് വേർഡ് ലിസ്റ്റ്, ഗിവിംഗ് എ വീക്ക്ലി വൊക്കാബുലറി ടെസ്റ്റ്. ഇതിൽ ഏത് മെത്തേഡിലൂടെയാണ് വൊക്കാബുലറി കുട്ടികൾ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്? ഏത് വഴിയായിരിക്കാം? യൂസിങ് വേർഡ്സ് ഇൻ സിറ്റുവേഷൻ ഓർ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്. അതായത് നമ്മുടെ ഒന്നുകിൽ ഒരു സിറ്റുവേഷനിൽ ആ വേർഡുകൾ യൂസ് ചെയ്യുക, പല വേർഡ്സ് പല സിറ്റുവേഷൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മറക്കില്ല. നമ്മളാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു വേർഡ് കേൾക്കുകയാണെങ്കിൽ അത് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് ഓർത്തിരിക്കും. അത് എവിടെയാണ് യൂസ് ചെയ്തത്, ആ സിറ്റുവേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് വേഗം ആ വേർഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളത് മറന്നുപോകും. അതിന്റെ മീനിങ് എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോകും, വീണ്ടും അത് യൂസ് ചെയ്യാനും നമ്മൾ മറന്നുപോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ടീച്ചിങ് ടെക്നിക് ഇൻവോൾവ് സ്റ്റുഡൻസ് എക്സ്പ്ലൈനിങ് ദെയർ റീസണിങ് ടു ഈച്ച് അതർ? അപ്പോൾ കുട്ടികൾ അവരുടെ റീസണിങ് മറ്റുള്ളവരുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടീച്ചിങ് ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, പിയർ ടീച്ചറിങ്, ഡെമോൺസ്ട്രേഷൻ, ലെക്ചർ. ഇതിൽ ഏത് മെത്തേഡിലാണ് കുട്ടികൾ അവരുടെ റീസണിങ്, അവർക്ക് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ നടക്കില്ല, അല്ലേ? ഡെമോൺസ്ട്രേഷനിലോ ഇല്ല, ലെക്ചറിലും നടക്കില്ല. കറക്റ്റായിട്ട് പോകുന്ന ഏതിലായിരിക്കും? പിയർ ടീച്ചിങ്ങിലായിരിക്കും, അല്ലേ? പിയർ ടീച്ചിങ്ങിൽ എന്താണ്? പിയർ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ പിയർ മെമ്പേഴ്സുമായിട്ട് അവർ ഒരു ടീച്ചിങ് നടത്തുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ അവിടെ എന്താണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യം അവർക്ക് ചർച്ച ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പിയർ ടീച്ചിങ്ങിലാണ് എന്ത് നടക്കുന്നത്? സ്റ്റുഡൻസ് എക്സ്പ്ലൈനിങ് ദെയർ റീസണിങ് ടു ഈച്ച് അതർ, അല്ലേ? അവരുടെ റീസണിങ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് ടൈമിലാണ്? പിയർ ടീച്ചിങ്ങിന്റെ ടൈമിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ എ സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് ഗ്രൂപ്പ് സ്റ്റുഡന്റ് ആക്ടിവിറ്റി. ഐഡന്റിഫൈ എ സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് ഗ്രൂപ്പ് സ്റ്റുഡന്റ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് സ്റ്റുഡന്റ് ആക്ടിവിറ്റി എന്താണ്? ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്റ്റുഡൻസ് ഗ്രൂപ്പായിട്ട് അവിടെ ആക്റ്റീവ് ആയിരിക്കണം, അല്ലേ? നോക്കിയേ, സൈലന്റ് റീഡിംഗ്, ഇൻഡിവിജ്വൽ റൈറ്റിംഗ്, ടാസ്ക് ബേസ്ഡ് ആക്ടിവിറ്റീസ്, പ്രൊജക്റ്റ് വർക്ക്. ഇതിൽ ഏതിലാണ് എന്താണ് പറയുന്നത്? ഗ്രൂപ്പ് സ്റ്റുഡന്റ് ആക്ടിവിറ്റി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് സ്റ്റുഡന്റ് ആക്ടിവിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിൽ ഏതിലായിരിക്കും നടക്കുക? സൈലന്റ് റീഡിംഗ്. സൈലന്റ് റീഡിംഗിൽ ഒരിക്കലും എന്താണ്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടക്കുന്നില്ല. ഇൻഡിവിജ്വൽ റൈറ്റിംഗിൽ നടക്കുന്നില്ല, നമ്മൾ എന്താണ്, സെൽഫായിട്ടാണ് അവിടെ എഴുതുന്നത്. ഇനി ടാസ്ക് ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരു ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ്, അവിടെയും ഗ്രൂപ്പ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രൊജക്റ്റ് വർക്ക് ആണെങ്കിലോ അവിടെ എന്താണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന്റെ ആവശ്യം ഉണ്ട്, അല്ലേ? പ്രൊജക്റ്റ് വർക്കിൽ എന്താണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഒരു ഗ്രൂപ്പായിട്ട് പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നത് പല ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിച്ചിട്ട് അവർക്ക് ഓരോ ഗ്രൂപ്പിനും ഓരോ സബ്ജക്ട് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്യാനാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, പ്രൊജക്റ്റ് വർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി ഫോർമേറ്റീവ് അസസ്മെന്റ്? ഫോർമേറ്റീവ് അസസ്മെന്റ് പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് പ്രയർ നോളജ്, കുട്ടികളുടെ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള അവരുടെ നോളജ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ടു അസൈൻ ഫൈനൽ ഗ്രേഡ്സ് ടു പ്രൊമോട്ട് സ്റ്റുഡൻസ്, കുട്ടികളെ പ്രൊമോഷന് വേണ്ടിയിട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു ഗ്രേഡ് അസസ് ചെയ്യാനായിട്ട് അല്ലേ, ഫൈനൽ ഗ്രേഡ് കൊടുക്കാനായിട്ട് അല്ലെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ടു മോണിറ്റർ സ്റ്റുഡൻറ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക്, കുട്ടികളെ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഫീഡ്ബാക്ക് കൂടി കൊടുക്കുന്നു അല്ലെ, ഓൺ ഗോയിങ് ഫീഡ്ബാക്കും എടുക്കുന്നു. എന്തിലാണ്? ഫോർമേറ്റീവ് അസസ്മെന്റിൽ. പിന്നീട് എന്താണ്? ടു കമ്പയർ സ്റ്റുഡൻറ് പെർഫോമൻസ് വിത്ത് സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടികളെ കമ്പയർ ചെയ്യുന്നു. അവരുടെ പെർഫോമൻസ് ഒരു കുട്ടിയും അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് ഓരോ കുട്ടികളുടെയും സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ് റിയൽ എയിം അല്ലെങ്കിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ടു മോണിറ്റർ സ്റ്റുഡൻറ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക്, അതായത് കുട്ടികളെ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ, എപ്പോഴും മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, പരാധീനതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ആ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പോകുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഫോർമേറ്റീവ് അസസ്മെന്റ്. അതേപോലെ ഇവിടെ പറഞ്ഞ എന്താണ്, പ്രൊമോഷന് വേണ്ടി ഫൈനൽ ഗ്രേഡിനെ അസസ് ചെയ്യുന്ന ഏതാണ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് അല്ലേ. അത് ഫോർമേറ്റീവ് അല്ല, എന്താണ്, സമ്മേറ്റീവ് ആണ്, മറന്നു പോകരുത്. അപ്പൊ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾ ഒരു കോഴ്സിന്റെ എൻഡിൽ അല്ലെങ്കിൽ ഒരു ഇയറിന്റെ എൻഡിൽ എന്താണ് കുട്ടികളെ പ്രൊമോഷന് വേണ്ടി അവർക്ക് ഒരു ഫൈനൽ ഗ്രേഡ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുട്ടികളുടെ എന്ത് മനസ്സിലാക്കാനാണ്, അവരെ മോണിറ്റർ ചെയ്യാനും അതേപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം പ്രൈമറി ഫോക്കസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ടു മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ്, കുട്ടികളുടെ പഠനം എത്രത്തോളം ആയെന്ന് മോണിറ്റർ ചെയ്യുക, ആൻഡ് പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്കും എടുക്കുക. ഓക്കെ, okay, next question. The purpose of scaffolding in teaching to dash. അപ്പം സ്കഫോൾഡിങ്, സ്കഫോൾഡിങ് എന്ന് പറയുന്നതിന്റെ പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഗീവ് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ഓട്ടോണമി ഇൻ ദെയർ ലേണിംഗ്, കുട്ടികൾക്ക് എന്താണ് അവർക്കൊരു കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള അല്ലെങ്കിൽ എന്താണ് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുക, കംപ്ലീറ്റ് ഓട്ടോണമി അവർക്ക് നൽകുക. ഗ്രാജുവലി റെഡ്യൂസ് സപ്പോർട്ട് ആ സ്റ്റുഡൻസ് ബിക്കെയിം മോർ ഇൻഡിപെൻഡന്റ്, എന്താണ് കുട്ടികൾ സ്വതന്ത്രരായ അല്ലെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പര്യാപ്തരായി എന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്കഫോൾഡിങ് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അത് തിരികെ ആ ഒരു സപ്പോർട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് പെർമനന്റ് അസിസ്റ്റൻസ് ടു ഓൾ സ്റ്റുഡൻസ്, എല്ലാ കുട്ടികളും പെർമനന്റ് ആയിട്ട് എല്ലാ സമയത്തും എന്ത് ചെയ്യുക, അസിസ്റ്റൻസ് കൊടുക്കുന്നതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. എൻകറേജ് കോമ്പറ്റീഷൻ അമംഗ് സ്റ്റുഡൻസ്, കുട്ടികളിൽ എന്ത് ചെയ്യുക, കോമ്പറ്റീഷനെ നമ്മൾ എൻകറേജ് ചെയ്യുക അല്ലേ. എല്ലാവരും എപ്പോഴും നമ്മൾ എന്താണ് നമ്മളുടെ പിയർ ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള കുട്ടികളുമായിട്ടൊരു കോമ്പറ്റീഷൻ വേണം, അതിനെ എൻകറേജ് ചെയ്യുന്നതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും സ്കഫോൾഡിങ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ. സ്കഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്കൊരു കൈത്താങ് കൊടുക്കുന്നത്, കൈത്താങ്ങാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഗ്രാജുവൽ ആയിട്ട് റെഡ്യൂസ് ചെയ്യും, ആ ഒരു സപ്പോർട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിനെയാണ് സ്കഫോൾഡിങ്. ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളൊരു കൈത്താങ് കൊടുക്കുന്നു അല്ലേ. അത് വേണ്ട എന്ന് തോന്നുമ്പോൾ, അത് ആ കുട്ടി സെൽഫ് ഡിപ്പെൻഡന്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ഫ്രം ദി ഫോളോയിങ് ദ സ്ട്രാറ്റജി ദാറ്റ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ക്ലാസ് റൂം ഡിസിപ്ലിൻ. ക്ലാസ് റൂം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഏതാണ്? നോക്കിക്കേ, ഇഗ്നോറിംഗ് ഡിസോർഡർലി ബിഹേവിയർ, ഇൻട്രൊഡ്യൂസിംഗ് സിവിയർ പണിഷ്മെന്റ്, അഡ്രസ്സിംഗ് ഓൺലി മേജർ ഇഷ്യൂസ്, എൻകറേജിങ് സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽസ്. 4 ഓപ്ഷൻസ് ആണ്. അതിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ക്ലാസ് റൂം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഏതാണ്? ഇഗ്നോറിംഗ് ഡിസോർഡർലി ബിഹേവിയർ. അപ്പൊ കുട്ടികൾ എന്താണ് അവരുടെ ബിഹേവിയർ ഡിസോർഡർ ആണ് എങ്കിൽ എന്ത് ചെയ്യുക, അതിനെ വേണ്ട അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. അതല്ല,
ഇൻട്രൊഡ്യൂസിങ് സിവിയർ പണിഷ്മെന്റ്സ്, സിവിയർ ആയിട്ട് വളരെ കഠിനമായിട്ടുള്ള പണിഷ്മെന്റ്സ് കുട്ടികൾക്ക് കൊടുക്കുക. ബിഹേവിയർ മിസ്ബിഹേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ സിവിയർ പണിഷ്മെന്റ്സ് കുട്ടികൾക്ക് കൊടുക്കുക. അഡ്രസ്സിങ് ഓൺലി മേജർ ഇഷ്യൂസ്, അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് എന്താണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യുക, ബാക്കിയുള്ള നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി എൻകറേജിങ് സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽസ്, കുട്ടികളെ എന്ത് ചെയ്യുക, അവരെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യുക, ആ കുട്ടിയെ തന്നെ മാനേജ് ചെയ്യുക. അപ്പോൾ അതായത് ക്ലാസ്സിൽ ടീച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ഞാൻ സ്വയം അടങ്ങിയിരിക്കണം എന്ന് എനിക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളെ പ്രാപ്തരാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ക്ലാസ് റൂം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? എൻകറേജിങ് സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽസ്, കുട്ടികൾ എന്ത് ചെയ്യുക, അവരെ തന്നെ മാനേജ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക. ഓക്കെ, അല്ലെ അവരെ എൻകറേജ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രാറ്റജീസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് സ്റ്റുഡൻസ് ലിസണിങ് സ്കിൽസ്? അപ്പോൾ കുട്ടികളുടെ ലിസണിങ് സ്കില്ല് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ഏതാണ്? നോക്കിക്കേ. റീഡിങ് അലൗഡ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് വളരെ ഉറക്കെ വായിക്കുക. അറ്റൻഡിങ് ടു റെക്കോർഡഡ് കോൺവെർസേഷൻസ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്, റെക്കോർഡഡ് കോൺവെർസേഷൻസ്, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയലോഗ് അല്ലെങ്കിൽ കോൺവെർസേഷൻ കേൾക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. റൈറ്റിംഗ് ഷോർട്ട് പാരഗ്രാഫ്സ് ആൻഡ് എസ്സേസ്, ഷോർട്ട് പാരഗ്രാഫ്സും എസ്സേസും ഒക്കെ എഴുതുക. കംപ്ലീറ്റിംഗ് ഗ്രാമർ എക്സസൈസസ്, അതേപോലെ ഗ്രാമർ എക്സസൈസുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ എന്താണ് പറയുക, ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും എഴുതുന്നത് കൊണ്ടോ വായിക്കുന്നത് കൊണ്ടോ നമ്മുടെ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ആവുമോ? ഇല്ല. അപ്പൊ റീഡിങ്ങും റൈറ്റിങ്ങും ഇവിടെ വരില്ലല്ലോ. റീഡിങ് അലൗഡ്, ടെക്സ്റ്റ് ബുക്ക് ഉറക്കെ വായിച്ചാൽ ലിസണിങ് സ്കിൽ ആവില്ല. റൈറ്റിംഗ് പാരഗ്രാഫ് ആൻഡ് എസ്സേസ് അതും വരില്ല. പിന്നെ കംപ്ലീറ്റിംഗ് ഗ്രാമർ എക്സസൈസ് അതും വരില്ല. എന്താണ് വരുന്നത്? അറ്റൻഡിങ് ടു റെക്കോർഡഡ് കോൺവെർസേഷൻസ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. റെക്കോർഡഡ് കോൺവെർസേഷനുകൾ ശ്രദ്ധിക്കുക, അപ്പോൾ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ആൻസറും ചെയ്യണം. എങ്കിൽ മാത്രമാണ് ലിസണിങ് സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം? ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണ്? ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കും അല്ലേ. എല്ലാവരും ഒരേ റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളായിരിക്കില്ല. എല്ലാവരും എന്താണ്, പല സ്റ്റെപ്പിൽ നിൽക്കുന്ന കുട്ടികളായിരിക്കും. നോക്കിയേ. യൂസിങ് എ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച്, പ്രൊവൈഡിങ് ദ സെയിം റിസോഴ്സസ് ടു ഓൾ സ്റ്റുഡൻസ്, adapting activities to meet individual learning needs, assigning more homework to struggling students. അപ്പോൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആണ്. ഡൈവേഴ്സ് മീൻസ് എന്താണ്, പല കുട്ടികളും പല തരത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് എ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് മെത്തേഡ്. വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഒരു അപ്രോച്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്താണ്, ഡൈവേഴ്സ് ആണ് അല്ലേ, പലതരത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് എല്ലാവരും ഒരേ രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അടുത്തത്, പ്രൊവൈഡിങ് ദ സെയിം റിസോഴ്സസ് ടു ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികൾക്കും ഒരേ റിസോഴ്സസ് കൊടുക്കാൻ പറ്റുമോ? ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ കാണാം, കേൾവിക്ക് പരിമിതിയുള്ള കുട്ടികൾക്ക് കാണാം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരേ മെറ്റീരിയൽസ് കൊടുത്താൽ മതിയോ? പറ്റില്ല, അവിടെയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി അഡാപ്റ്റിംഗ് ആക്ടിവിറ്റീസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ ലേണിംഗ് നീഡ്സ്. ഓരോ കുട്ടിക്കും ആവശ്യം എന്താണോ അതിനെ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഓരോ കുട്ടിയുടെയും ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി അസൈനിങ് മോർ ഹോംവർക്ക് ടു സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻസ്. സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസിനും കൂടുതൽ ഹോംവർക്കുകൾ കൊടുക്കുക. അത് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ അവർ കുറെ കൂടെ താഴോട്ട് പോകില്ല. അവർക്ക് ഒരുപാട് ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അവരുടെ ഒരു ടൈം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. അഡാപ്റ്റിംഗ് ആക്ടിവിറ്റീസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ ലേണിംഗ് നീഡ്സ്. ഓരോ കുട്ടിക്കും എന്താണോ വേണ്ടുന്നത് അതിന് പറ്റുന്ന ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The purpose of using role play activities in language teaching is to dash. അപ്പം ലാംഗ്വേജ് ടീച്ചിങ്ങിൽ എന്താണ് റോൾ പ്ലേയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംപ്രൂവ് സ്റ്റുഡൻസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, പ്രാക്ടീസ് ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇൻ എ സിമുലേറ്റഡ് കോണ്ടെക്സ്റ്റ്,
എൻഹാൻസ് സ്റ്റുഡൻസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എബിലിറ്റീസ്, ടീച്ച് ഗ്രാമർ റൂൾസ് ഫോർ പ്രോപ്പർ യൂസേജ്. എന്ത് വരും ആൻസർ? നമ്മുടെ ക്ലാസ്സിൽ, അതായത് ലാംഗ്വേജ് ടീച്ചിങ് ക്ലാസ് റൂമിൽ റോൾ പ്ലേയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് റോൾ പ്ലേ നൽകുന്നതിൻ്റെ പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംപ്രൂവ് സ്റ്റുഡൻസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് റോൾ പ്ലേ ക്ലാസ്സിൽ ഇനാക്ട് ചെയ്യാൻ പറ്റും. റോൾ പ്ലേ നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്, കുട്ടിക്ക് റീഡിംഗ് മാത്രം പോരാ, സ്പീക്കിംഗ് എബിലിറ്റിയും കൂടി വേണമല്ലോ. കാരണം എന്താണ്, ഏത് റോളാണോ ഇനാക്ട് ചെയ്യുന്നത് അത് സംസാരിക്കാനും കൂടെ കുട്ടിക്ക് കഴിയണം. അപ്പോൾ റീഡിംഗ് മാത്രമല്ല അവിടെ, കോംപ്രിഹെൻഷൻ മാത്രമല്ല അവിടെ വരുന്നത്. ഇനി പ്രാക്ടീസ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇൻ എ സിമുലേറ്റഡ് കോണ്ടെക്സ്റ്റ്. അല്ലേ, എന്താണ് ലിസണിങ്ങും സ്പീക്കിങ്ങും കേൾക്കുകയും വേണം, അതേപോലെ എന്താണ് സംസാരം, അതായത് നമ്മളുടെ കൂടെയുള്ള ആൾ എന്താണോ സംസാരിക്കുന്നത് അതിന് മറുപടി ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് വേണം, ലിസണിങ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യണം, അതേപോലെ തന്നെ സ്പീക്കിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യണം, വേണമല്ലോ. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എൻഹാൻസ് സ്റ്റുഡൻസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. റീഡിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്താണ് റോൾ പ്ലേക്ക് ഇമ്പോർട്ടൻസ് വരുന്നില്ല. റോൾ പ്ലേക്ക് എപ്പോഴും എന്തിനാണ് ഇമ്പോർട്ടൻസ്, ലിസണിങ്ങിനും സ്പീക്കിങ്ങിനുമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടീച്ച് ഗ്രാമർ റൂൾസ് ഫോർ പ്രോപ്പർ യൂസേജ്. എന്താണ് ഗ്രാമർ റൂൾസ്, കറക്റ്റായിട്ട് ഗ്രാമർ യൂസ് ചെയ്യാൻ, അതായത് പ്രോപ്പറായിട്ട് ഗ്രാമർ യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനാണ് റോൾ പ്ലേ നമ്മൾ ക്ലാസ്സിൽ നടത്തുന്നത്. അതും അല്ല, അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ് വരുന്നത്? പ്രാക്ടീസ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇൻ എ സിമുലേറ്റഡ് കോണ്ടെക്സ്റ്റ്. അല്ലേ, ഒരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക, ഈ ലിസണിങ്ങും അതേപോലെ തന്നെ സ്പീക്കിംഗ് സ്കിൽസും എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെ പ്രാക്ടീസ് ചെയ്യുക. അതാണ് റോൾ പ്ലേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രൈമറി ഫോക്കസ് ഓഫ് ദി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ച് ഈസ് ടു ഡാഷ്. അപ്പം എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അതിന്റെ പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ്റ്റർ ദ ഗ്രാമർ റൂൾസ് ഓഫ് ദി ലാംഗ്വേജ്, ഡ്രിൽ വേരിയസ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, ഇംപ്രൂവ് ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, എൻഗേജ് സ്റ്റുഡൻസ് ഇൻ ലാംഗ്വേജ് ഡ്രിൽസ്. അപ്പം എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ എന്താണ് പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഗ്രാമർ റൂൾസ് നമ്മൾ ഏതാണ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ അതല്ല ആൻസർ വരുന്നത്. ഇനി ഡ്രിൽ വേരിയസ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, ഡ്രില്ല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യിപ്പിച്ച് അതിൽ ഒരു എന്താണ് മാസ്റ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതും അല്ല അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഇംപ്രൂവ് ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അല്ലെ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ് എന്നാണ്, ആ പേരിൽ തന്നെ ഉണ്ട്. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുട്ടിയെ പ്രാപ്തയാക്കുക, അല്ലെ പ്രാപ്തനാക്കുക. എൻഗേജ് സ്റ്റുഡൻസ് ഇൻ ലാംഗ്വേജ് ഡ്രിൽസും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ നമ്മൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇംപ്രൂവ് ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അല്ലേ, അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ കുട്ടി എന്താണ് ആ ഒരു ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതിന് നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കുന്നു, ആ ഒരു എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഇനി എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലാംഗ്വേജ് ക്ലാസ് റൂം ആണ്. അവിടെ എന്താണ് ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഒരു കൗൺസിലർ ആയിട്ടും കുട്ടികൾ എന്ന് പറയുന്നത് അവിടുത്തെ ക്ലയൻസ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. അല്ലേ, അത് കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു മെത്തേഡിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.